കത്തിച്ചതും കൊള്ളയടിക്കപ്പെട്ടതുമായ വസ്തുക്കൾ, കയ്യേറ്റം ചെയ്യപ്പെട്ട സ്വത്തുക്കൾ എന്നിവയുടെ വിവരങ്ങൾ സീൽ ചെയ്ത കവറിൽ നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പ്രതികൾക്കെതിരെ ഇതുവരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് അറിയിക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മണിപ്പൂർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജനുവരി 20-നാണ് കേസ് വീണ്ടും പരിഗണിക്കുക. കത്തിക്കപ്പെട്ട കെട്ടിടങ്ങൾ, കൊള്ളയടിക്കപ്പെട്ടവ, അനധികൃതമായി കയ്യേറിയവ ഇവയുടെയെല്ലാം യഥാർത്ഥ ഉടമകളുടെ പേരടക്കം ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരോട് എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ കോടതി നിർദ്ദേശം നൽകി. നേരത്തെ മണിപ്പൂർ കലാപത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി 3-അംഗ സമിതിയെ നിയമിച്ചിരുന്നു. സംസ്ഥാനത്തെ പുനരധിവാസം നിരീക്ഷിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഗീതാ മിത്തൽ സമിതി ഇതുവരെ 34ഓളം റിപ്പോർട്ടുകൾ സുപ്രീം കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നും സമിതിയുടെ അഭിഭാഷകർ അറിയിച്ചു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.